മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാണിപ്പറമ്പിലച്ഛൻ നമ്മെ ചതിച്ചു. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ മാണിപ്പറമ്പിലച്ഛൻ വരില്ലെന്ന്. അയാൾക്ക് നട്ടെല്ലില്ലെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ? അയാള് നമ്മെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള വികാരത്തോടെ ഇരിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. ഏതായാലും ഞാൻ മാണിപ്പറമ്പിലച്ഛൻ നിങ്ങളെ ചതിച്ചിട്ടില്ല, വീഡിയോയിലൂടെ പറഞ്ഞ് പറ്റിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും ഞാൻ അങ്ങയെ ചെയ്തിട്ടില്ല, ചെയ്യില്ല. ഇന്നലെ രാത്രി വരെ ഞാനിവിടെ വരുമെന്നും നിങ്ങളെ കാണുമെന്നും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുമെന്നും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും. എൻ്റെ തീരുമാനം അതായിരുന്നു. ആ പ്രതീക്ഷ അവസാന നിമിഷം വരെ ഞാൻ പുലർത്തുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷത്തിൽ എല്ലാം തകിടം മറിഞ്ഞു. ഒക്ടോബർ 30 ഞാൻ നാട്ടിലെത്തുമെന്നും നവംബറിൽ ഈ സമ്മേളനം നടത്തിയാൽ എനിക്ക് പങ്കെടുക്കാമെന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികൾ എന്നോട് ചോദിച്ചപ്പോൾ, എൻ്റെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഏതാണ്ട് 2 മാസം മുൻപാണ്. ഒക്ടോബർ 19 വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികള് ആദ്യത്തെ പോസ്റ്റർ ഇറക്കിയത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ 24 എൻ്റെ പിതാവ് മാർ പോളി കണ്ണൂക്കാടൻ എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാനും ഇരിങ്ങാലക്കുട രൂപതയിൽ കൂരിയായും ഒരുമിച്ചാണ് അച്ഛനെ വിളിക്കുന്നത്. മാണിപ്പറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഒരു വിശ്വാസ സംരക്ഷണ സംഗമം വിളിച്ചു കൂട്ടിയിരിക്കുന്നുവെന്ന പോസ്റ്റർ കണ്ടു. അങ്ങനെ മാണിപ്പറമ്പിലച്ഛന്റെ നേതൃത്വത്തിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞു, അതൊരു പോസ്റ്റർ അല്ലേ പിതാവേ. മാത്രമല്ല, എൻ്റെ നേതൃത്വത്തിലല്ല, വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടത്തുന്നത്. അവരാണ് അത് സംഘടിപ്പിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മെത്രാന്റെ ചോദ്യം, അവിടുത്തെ മെത്രാന്റെ അനുവാദമുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാന്റെ അനുവാദമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിച്ചു, മറ്റൊരു രൂപതയിൽ ക്ലാസ് എടുക്കാനോ സെമിനാർ നടത്താനോ പ്രസംഗിക്കാനോ പോകുമ്പോൾ അവിടുത്തെ മെത്രാന്റെ അനുവാദം ചോദിക്കുന്ന കീഴ്വഴക്കം നമുക്കുണ്ടോ? അവിടെയുള്ള അച്ഛന്മാരോ സംഘടനാ ഭാരവാഹികളോ നമ്മൾ വിളിക്കുന്നു, നമ്മൾ പോകുന്നു, പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, സെമിനാർ നയിക്കുന്നു, തിരിച്ചു പോരുന്നു. അതല്ലേ കീഴ്വഴക്കം? അപ്പോൾ ഉടനെ എൻ്റെ പിതാവ് മാർ പോളി കണ്ണൂക്കാടൻ എന്നോട് പറഞ്ഞു, അച്ഛന്മാർ ആരെങ്കിലും ക്ഷണിച്ചാൽ പോയിക്കോളൂ. ഇപ്പോൾ ഏതെങ്കിലും അച്ഛനെ ക്ഷണക്കത്ത് അച്ഛൻ്റെ കയ്യിലുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ പോകരുത്, പോകണ്ട. ഇക്കാര്യം പിതാവ് എന്നെ വിളിച്ച കാര്യവും ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു വോയിസ് മെസ്സേജ് ആയി ഞാൻ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികളെ അറിയിച്ചു. അവര് പല തലങ്ങളില് എന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ജോഷി പുതുവ അച്ഛന്റെയും നെല്ലിശ്ശേരി അച്ഛന്റെയും ക്ഷണക്കത്തുകളുമായി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ 4 ഭാരവാഹികള്, 2 പുരുഷന്മാരും 2 സ്ത്രീകളും എറണാകുളത്ത് നിന്നും ഇരിങ്ങാലക്കുടയില് മെത്രാസന മന്ദിരത്തിൽ പോയി പോളി പിതാവിനെ കണ്ടു. ഈ 2 അച്ഛന്മാരുടെ കത്തുകള് മെത്രാനച്ഛന് കൈമാറി. മാണിപ്പറമ്പിലച്ഛനെ ഈ സമ്മേളനത്തില് പങ്കെടുക്കാൻ അനുവദിക്കണം എന്ന് അവര് അഭ്യർത്ഥിച്ചു. അപ്പോൾ പോളി പിതാവ് അവരോട് പാമ്പ്ളാനി പിതാവിനെ കോൺടാക്ട് ചെയ്യൂ എന്ന് നിർദ്ദേശിച്ചയച്ചു. പാമ്പ്ളാനി പിതാവിനെ
കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നാം നടത്തിക്കൊണ്ടേയിരുന്നു. നാം എന്ന് പറഞ്ഞാൽ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഞാൻ ഇവിടെ വരികയില്ലെന്നും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയില്ലെന്നും ഒരു പ്രചാരണമുണ്ടായി. ഈ രണ്ട് അച്ഛന്മാരുടെ കത്ത് കിട്ടുന്നതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്ത ആ വോയിസ് ക്ലിപ്പാണ് അവർ പ്രചരിപ്പിച്ചത്. പലരും ഉത്കണ്ഠയോടെ എനിക്ക് സന്ദേശം അയച്ചു, പലരും വിളിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ വരും. കാരണം അച്ഛൻ്റെ ഏതെങ്കിലും അച്ഛൻ്റെ ക്ഷണമുണ്ടെങ്കിൽ എനിക്ക് പങ്കെടുക്കാമെന്ന് എൻ്റെ പിതാവ് മാർ പോളി കണ്ണുകാടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വരും. 2 അച്ഛന്മാരുടെ ക്ഷണക്കത്തുണ്ട്, അതിന് കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ വരും. 99% ഞാൻ വരും. അപ്പോൾ എന്തേ 1%? ഞാൻ പറഞ്ഞു 1% അവസാന നിമിഷം ചില അട്ടിമറികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു അപകടമുണ്ടാകാം. അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ. മാനുഷികമായ ഒരു സാധ്യത കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ 1% ബാക്കിയിട്ടത്. പക്ഷെ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇന്നലെ ഞാൻ പ്രക്ഷേപണം ചെയ്ത വീഡിയോ കണ്ട സഭാ നേതൃത്വം എനിക്ക് കർശനമായ താക്കീത് നൽകി. ഈ സമ്മേളനത്തിൽ ഞാൻ ശാരീരികമായി പങ്കെടുത്താൽ അത് അനുസരണക്കേടായി കണക്കാക്കുമെന്ന് താക്കീത് ചെയ്തു. മാത്രമല്ല, മാണിപ്പറമ്പിലച്ഛൻ്റെ സുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും വൈദികരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം മെത്രാന്മാർക്കായതിനാൽ ഞങ്ങൾ മെത്രാന്മാര് അച്ഛനോട് ആവശ്യപ്പെടുകയാണ്, അച്ഛൻ അവിടെ പോകരുത്. ഒരു കാരണവശാലും ഈ സമ്മേളനത്തിൽ അച്ഛൻ്റെ മാണിപ്പറമ്പിലച്ഛൻ്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് സഭാ നേതൃത്വം എന്നോട് ഇന്നലെ ആവശ്യപ്പെട്ടത്. ഞാൻ നട്ടലുള്ളവനും നെഞ്ചുറപ്പുള്ളവനും ചങ്കുറപ്പുള്ളവനും ആരെയും കൂസാത്തവനും എന്ന് തെളിയിക്കാനായി സഭയുടെ മേലധികാരികളെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്താൽ, ശാരീരികമായി പങ്കെടുത്താൽ, ഞാനും ധിക്കാരികളും കുലംകുത്തികളുമായ വിമത വൈദികരും തമ്മിൽ എന്താണ് വ്യത്യാസം? പറയൂ, എന്താണ് വ്യത്യാസം? മാർപ്പാപ്പയെ അനുസരിക്കാത്ത ചില മെത്രാപ്പോലിത്തമാരും ഞാനും തമ്മിൽ പിന്നെ എന്താണ് അന്തരം? ഞാനും നിങ്ങളും ഇതുവരെ മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ നിന്നുള്ള, നാം ജീവിച്ചു പോരുന്ന മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാകില്ലേ അത്? അതിനാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. എൻ്റെ മനസ്സ് ഇവിടെയാണ്, എൻ്റെ ഹൃദയം ഇവിടെയാണ്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഇവിടെയുണ്ട്. എൻ്റെ ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട്, എൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. ഞാൻ പങ്കെടുക്കരുതെന്ന വിലക്ക് കിട്ടിയ ഉടനെ ഞാൻ തയ്യാറാക്കിയ സന്ദേശമാണ് ഈ വീഡിയോ. ഞാൻ വന്ന് നേരിട്ട് നിങ്ങളോട് പറയുന്ന സന്ദേശമായി ഇതിനെ പരിഗണിക്കണം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആത്മീയ സാന്നിധ്യം, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം, ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്നതിനുള്ള ഉറപ്പ്, അത് പ്രകടിപ്പിക്കുന്നതാണ് ഈ വീഡിയോ സന്ദേശം. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യന്തം കണ്ണു തുറന്ന് കാണണമെന്നും മനസ്സിരുത്തി കേൾക്കണമെന്നും അതിൽ ഓരോ വാക്കിലും ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ആശയങ്ങളുടെ ആഴത്തിലേക്ക് കടക്കണമെന്നും, എല്ലാറ്റിലും ഉപരിയായി അതിന്റെ സമാപനത്തില്, ആ വീഡിയോയുടെ സമാപനത്തില് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 2 പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട്. അവ രണ്ടും ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ നിത്യമായ ഒസ്യത്തായി നൽകിയ കുർബാനയെ അതിനീചമായി അവഹേളിച്ചവരുടെ പാപങ്ങൾക്ക്, വിമത വൈദികരുടെ കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരമായി, അവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവിനോട് മാപ്പ് പറയാനായി എല്ലാവരും ഒരു നിമിഷം
എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് നിൽക്കുക. പ്ലീസ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കണ്ണടച്ച് നിൽക്കുക. കാരുണ്യവാനായ കർത്താവേ, കൃപാലുവായ ദൈവമേ, ഞങ്ങളുടെ 33 വൈദികർ ആഭിചാര കുർബാന അർപ്പിച്ച് ഓട്ടോമാറ്റിക്കായി സഭാഭ്രഷ്ടരായി. അവരുടെ ക്രൂരതകൾ അങ്ങയെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അങ്ങ് കൈമാറിയ മാർപ്പാപ്പയെ ആവർത്തിച്ച് ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന മെത്രാപ്പോലിത്തമാരുടെയും വൈദികരുടെയും പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയെയും വഹിച്ചു കൊണ്ടുപോയ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞ് അങ്ങയെ അപമാനിച്ചവരുടെ കുടുംബാംഗങ്ങളെ അങ്ങ് ശപിക്കരുതേ. അങ്ങയുടെ കുർബാനയർപ്പിച്ചു കൊണ്ടിരുന്ന തോട്ടുപുറമച്ചനെ അങ്ങയുടെ അൽത്താരയിൽ വെച്ച് ചവിട്ടിക്കൂട്ടാൻ നേതൃത്വം നൽകിയ വൈദികനെയും കൂട്ടുകാരെയും അങ്ങ് ഉഗ്രകോപത്താൽ ശിക്ഷിക്കരുതേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ മദ്ബഹയിൽ കയറി പ്രശ്നങ്ങളുണ്ടാക്കാൻ ശീലശുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളെ അയച്ചവരെ പിശാചിന് വിട്ടുകൊടുക്കരുതേ. സഭയുടെ കുർബാന നടപ്പാക്കാൻ ശ്രമിച്ച കൂരി അംഗങ്ങളെ ഭീഷണിപ്പെടുത്താനായി അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയ വൈദികരെയും അവിടെ കക്കൂസിന് മുമ്പിൽ ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിന്റെ പരിശുദ്ധ കുർബാന അർപ്പിച്ചവരെയും നിന്റെ നീതിന്യായ കോടതിയിൽ നാണം കെടുത്തരുതേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയേക്കാളും സഭയേക്കാളും പ്രശസ്തിയും പ്രാധാന്യവും കിട്ടാനായി സ്വാർത്ഥപരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി സഭയോട് കൂറ് പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ആമേൻ. ദയവായി എല്ലാവരും ഇരിക്കുക. പണ്ട് ഒരു ഓഗസ്റ്റ് 8-ാം തീയതിയാണ് 1942 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ എന്ന പ്രമേയം ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബ്രിട്ടന്റെ അടിവേരിളക്കി. കാരണമൊന്നും വ്യക്തമാക്കാതെ രണ്ട് വാക്കുകളാണ് ആ പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇന്ന് മറ്റൊരു 8-ാം തീയതി, നവംബർ 8-ാം തീയതി, ഇന്ന് നാം പ്രഖ്യാപിക്കുന്നു, രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് നാം പ്രഖ്യാപിക്കുന്നു, ക്വിറ്റ് ചർച്ച്, ക്വിറ്റ് ചർച്ച്. സഭ വിടുക, സഭാവിരുദ്ധർ സഭ വിടുക, പാപ്പാവിരുദ്ധർ സഭ വിട്ടു പോകുക, ശീഷ്മക്കാർ സഭ വിട്ടു പോവുക, വിമത വൈദികര് കത്തോലിക്ക സഭ വിട്ടു പോവുക, അൽമായ മുന്നേറ്റക്കാര് കത്തോലിക്ക സഭ വിട്ടുപേക്ഷിക്കുക, ഇല്ലിസിറ്റ് അവസാനിപ്പിക്കുക, സമവായ ഫോർമുല റദ്ദാക്കുക. അത് റദ്ദാക്കും വരെയും പോരാടും. എല്ലാ കുർബാനയും സഭയുടെ കുർബാന മാത്രം, എല്ലാ കുർബാനയും സഭയുടെ കുർബാന മാത്രം. സമവായ വിഷം ഞങ്ങൾ കുടിക്കില്ല, സമവായ വിഷം ഞങ്ങൾ കുടിക്കില്ല, മറ്റാരും കുടിക്കാൻ സമ്മതിക്കുകയുമില്ല. സമവായത്തിന്റെ ആശാന്മാർ ഗോ ബാക്ക്, വിഭജനത്തിന്റെ ആശാന്മാർ ഗോ ബാക്ക്.
വിഭാഗീയ രാശന്മാർ ഗോ ബാക്ക്. നമ്മുടെ സഭ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ മെത്രാന്മാർ നമ്മെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ ഇരട്ടത്താപ്പ് മൂലം മാർപ്പാപ്പ നാണം കെട്ടിരിക്കുന്നു. വത്തിക്കാൻ ഇടപെടാനായി മടിക്കുന്നു. നമ്മുടെ പൈതൃകം തേഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മഹത്തായ സുറിയാനി പാരമ്പര്യം ഒലിച്ചു പോകുന്നു. ആ മഹത്തായ സംസ്കൃതിക്ക് പകരം ഒരു സങ്കര സംസ്കൃതി മുളച്ചു വരുന്നു. നമുക്ക് മറ്റൊരു സഭയില്ല. നമുക്ക് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകാനില്ല. ഇതാണ് നമ്മുടെ സഭ. ഇതാണ് നമ്മുടെ മാതൃസഭ. ഇതാണ് നമ്മുടെ അമ്മ. നമ്മുടെ അമ്മയെ ശീഷ്മകളിലൂടെയും പാഷാണ്ഡതകളിലൂടെയും ബലാത്കാരം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ രക്തം കൊടുത്തും പ്രാണൻ കൊടുത്തും നമ്മുടെ പൂർവികർ ചെറുത്തു നിന്നു, സത്യവിശ്വാസം കാത്തു. അവർ നമ്മുടെ അമ്മയായ സഭയ്ക്ക് വേണ്ടി അനേകം ദൂരം സഞ്ചരിച്ചു. നമ്മുടെ അമ്മയുടെ മാനവും സ്വത്വവും പൈതൃകവും സംരക്ഷിക്കാനായി അവർ അവരുടെ പ്രാണൻ കൊടുത്തു, ജീവൻ കൊടുത്തു. ശ്ലൈഹിക അടിത്തറമേൽ പണിയപ്പെട്ട ഈ സഭയെ അവർ പണിതുയർത്തി. 1599 നമ്മുടെ സുറിയാനി സ്വത്വത്തെ അവർ പിച്ചി ചീന്തി. എന്നിട്ടും നമ്മൾ ചത്തില്ല. 1962 നമ്മുടെ തനത് കുർബാന, കൽദായ സുറിയാനി കുർബാന നാം വീണ്ടെടുത്തു. പിന്നാലെ വന്നു കർദിനാൾ പാറേക്കാട്ടിൽ തട്ടിക്കൂട്ടി സംഘടിപ്പിച്ച സങ്കര കുർബാനയും ഭാരതീയ പൂജയും. അത് തിരുത്താൻ പരിശുദ്ധ സിംഹാസനം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തയ്യാറല്ലാതിരുന്ന അദ്ദേഹത്തെ വത്തിക്കാൻ രാജിവെപ്പിച്ചു 1984. 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് കോട്ടയത്ത് വെച്ച് മുഴുവൻ സമയവും ദൈവോന്മുഖമായ കുർബാന, അതാണ് നമ്മുടെ തനത് കുർബാന, ആ കുർബാന അർപ്പിച്ച് വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ കുർബാന ഉദ്ഘാടനം ചെയ്തു. മാർപ്പാപ്പ തന്നെ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തുടക്കമിട്ട ഉദ്ഘാടനം ചെയ്ത ആ കുർബാന സീറോ മലബാർ സഭയിൽ ഒന്നാകെ നടപ്പാക്കാൻ നമ്മുടെ മെത്രാന്മാർ 1989 ഒന്നടങ്കം തീരുമാനിച്ചു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, മെത്രാന്മാരിൽ പലരും അവര് തന്നെ എടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചു. മെത്രാന്മാർ തന്നെ അനുസരണക്കേടിന് തയ്യാറായി, മര്യാദയില്ലായ്മയ്ക്ക് തയ്യാറായി. അങ്ങനെ വലിയ ദുർമാതൃക നൽകി. ദൈവജനത്തിന് മെത്രാന്മാർ തന്നെ ഉതപ്പുണ്ടാക്കി. ആ ഉതപ്പ് തിരുത്താനും എല്ലാവരും ഐക്യത്തിലേക്ക് കൊണ്ടുവരാനും 1999 ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന, സിനഡ കുർബാന, സഭയുടെ കുർബാന 50-50 എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, എറണാകുളത്ത് വിമത വൈദികരെ കളിയാക്കുന്ന ആ ഏകീകൃത കുർബാന നടപ്പാക്കാൻ നമ്മുടെ മെത്രാന്മാർ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും നമ്മുടെ മെത്രാന്മാരിൽ ചിലർ വഞ്ചിച്ചു. അവർ ഐക്യകണ്ഠനെടുത്ത തീരുമാനം അവരിൽ പലരും അട്ടിമറിച്ച് നടപ്പാക്കിയില്ല. മെത്രാന്മാർ തന്നെ ദൈവജനത്തിന് ഇടർച്ചയുണ്ടാക്കി. അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും മര്യാദയില്ലായ്മയുടെയും ദുർമാതൃക നൽകി. അത് തിരുത്താനും 1999 തീരുമാനം, ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനും 2021 മെത്രാന്മാർ തീരുമാനിച്ചു. കോവിഡിന്റെ മറവിലോ ഇല്ലാത്തൊരു ഭൂമി കുംഭകോണ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ വേണ്ടിയല്ല ആ തീരുമാനം എടുത്തത്. 1999 മുതൽ ഏകദേശം 22 സംവത്സരങ്ങളോളം നിരവധി തട്ടുകളിലും തലങ്ങളിലും ചർച്ച ചെയ്തതിന് ശേഷമാണ്
2021 തീരുമാനമുണ്ടായത്. ഇത്തവണ മെത്രാന്മാർ നെഞ്ചുറപ്പ് കാണിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയൊഴികെ മറ്റെല്ലാവരും അത് നടപ്പാക്കി. നാം മാത്രം സഭയിൽ ഒറ്റപ്പെട്ടു. നമ്മുടെ വിമത വൈദികർ മൂലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മൾ മാത്രം കത്തോലിക്ക സഭയിലും സീറോ മലബാർ സഭയിലും ഒറ്റപ്പെട്ടു. ഈ ചരിത്രം അറിയാത്തവരോ അറിയുന്നെങ്കിലും അതിനു നേരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നവരോ ആയ ഇപ്പോഴത്തെ സഭാ നേതൃത്വം നമ്മുടെ ഈ സുറിയാനി സഭയെ ഒറ്റിക്കൊടുക്കാൻ നാം അനുവദിക്കണം. നമ്മെ കൽദായ ഭ്രാന്തന്മാർ എന്ന് ആക്ഷേപിച്ച് മാറ്റി നിർത്തുന്നവരെ നാം വെച്ച് പൊറപ്പിക്കണോ? സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന പോരാടുന്ന നമുക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുന്നവരോട് നാം സമരസപ്പെടണോ? നമുക്ക് സഭയുടെ കൂദാശകൾ നിഷേധിക്കുന്നവർ നമ്മുടെ വൈദികരാണോ? അവർ അധികാര സ്ഥാനങ്ങളിൽ തുടരുന്നത് ശരിയാണോ? നാം അത് വകവെച്ചു കൊടുക്കണോ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തു: മാർപ്പാപ്പയെ അനുസരിക്കാത്ത വിമത വൈദികരെ നിങ്ങൾ പിന്തുടരുകയരുത്. അങ്ങനെ പിന്തുടരുകയരുത് എന്ന് പറഞ്ഞ ആ മാർപ്പാപ്പയെ വാക്കുകൾ നാം കേൾക്കണ്ടേ? അതനുസരിച്ചല്ലേ നമ്മുടെ ഈ സമ്മേളനം? വിമത വൈദികരെ ഞങ്ങൾ അനുസരിക്കുകയില്ല. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന വിമത വൈദികരെ ഞങ്ങൾ അനുസരിക്കുകയില്ല. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന മെത്രാപ്പോലീത്തമാരെ നമ്മൾ അനുസരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം. അങ്ങനെയെങ്കിൽ മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ചാണ്, വിശേഷപ്പെട്ട ആശീർവാദത്തോടു കൂടെയാണ് ഈ സമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരമാണ്, മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി ലോകത്തോട് മുഴുവൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്: മാർപ്പാപ്പയെ അനുസരിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ അനുസരിക്കരുത്, അവരെ പിന്തുടരുക അരുത്. മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാപ്പോലീത്തമാരെ പിന്തുടരുക അരുത്. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം നമ്മെ നോക്കി ഇളിച്ച് ചിരിച്ച് പരിഹസിക്കുന്നു. അവർ അക്രമികൾക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും കീഴടങ്ങുന്നു. അവർ നമ്മുടെ സുറിയാനി സഭയ്ക്കുള്ളിൽ മറ്റൊരു സ്വതന്ത്ര സഭ സൃഷ്ടിച്ചിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 4:30 വരെ കത്തോലിക്ക സഭ, ബാക്കിയുള്ള സമയത്ത് മുഴുവൻ സ്വതന്ത്ര സഭ. അങ്ങനെ കത്തോലിക്ക സഭയ്ക്കുള്ളില്, സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ളില്, സീറോ മലബാർ സഭയ്ക്കുള്ളിൽ മറ്റൊരു സ്വതന്ത്ര സഭ സൃഷ്ടിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം. അത് നമ്മുടെ അനുദിന ജീവിതത്തെ ബാധിക്കുന്നു, നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നു, നമ്മുടെ ജോലിയെയും കച്ചവടത്തെയും ബാധിക്കുന്നു. അതിലേറെ നമ്മുടെ വിശ്വാസത്തെ തകർച്ചയിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ യുവാക്കൾക്ക് ഉതപ്പ് സൃഷ്ടിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ആത്മീയ ശിക്ഷണം ലഭിക്കാതെ നാം വല്ലാതെ ക്ലേശിക്കുന്നു. തീർച്ചയായും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. അതിൽ കൂടുതലായി നമുക്ക് പ്രത്യാശയുണ്ട്. നരക കവാടങ്ങൾ നമ്മുടെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. പക്ഷേ അതിന് സഭാ നേതൃത്വം സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് മര്യാദയ്ക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക്, തോന്നിയ പോലെയല്ല. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? മാറ്റം വരണം.
മാറ്റം വരുന്നു. അത് നമ്മിലൂടെ വരട്ടെ. മാറ്റം വരണം, മാറ്റം വരുന്നു. അത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മിലൂടെ വരട്ടെ. നിങ്ങളുടെ സ്വരമാണ് ആ മാറ്റം കൊണ്ടുവരിക. നിങ്ങളുടെ നിലപാടാണ് ആ മാറ്റം കൊണ്ടുവരിക. നിങ്ങളുടെ സാന്നിധ്യമാണ് ആ മാറ്റം കൊണ്ടുവരിക. നിങ്ങളുടെ പങ്കാളിത്തമാണ് ആ മാറ്റം കൊണ്ടുവരിക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ അമ്മയായ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് വേണ്ടി അവനോട് കൂടെ പോയി മരിക്കാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. പ്ലീസ് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ അമ്മയായ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷകനായ മിശിഹായ്ക്ക് വേണ്ടി അവനോട് കൂടെ പോയി മരിക്കാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. പ്ലീസ് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ ഈ നിൽപ്പ് മാറ്റത്തിന്റെ ശംഖുലിയാണ്. മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞടിക്കുകയാണ്. പുതിയ എറണാകുളത്തിന്റെ ഉദയമാണിത്. ഇത് പുതിയ പുലരിയാണ്. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പാണിത്. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പാണിത്. ഒത്തിരി നന്ദി. എല്ലാവരും ഇരിക്കുക. AD 30 യഹൂദായിലെ കൽത്തുറങ്കിൽ വെച്ച് സ്നാപയോഹന്നാനെ തല വെട്ടിയെടുത്ത് കൊല്ലുകയായിരുന്നു. AD 33 ക്രിസ്തുവിനെ യെരൂശലേം നഗരത്തിന് വെളിയിൽ വെച്ച് കുരിശിലേക്ക് കൊല്ലുകയായിരുന്നു. AD 34 എസ്തഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. AD 42 വലിയ യാക്കോബിനെ, സബദിയുടെ മകൻ യാക്കോബിനെ തലയേറത്ത് കൊല്ലുകയായിരുന്നു. AD 64 ചെറിയ യാക്കോബ്, ഈശോയുടെ സഹോദരൻ എന്നറിയപ്പെട്ടിരുന്ന യാക്കോബ്, ആ യാക്കോബിനെ കൊല്ലുകയായിരുന്നു. AD 64 റോമായിൽ വെച്ച് കുരിശിൽ തലകീഴായി വിശുദ്ധ പത്രോസ് കൊല്ലപ്പെടുകയായിരുന്നു. AD 67 റോമായിൽ വെച്ച് തന്നെ വിശുദ്ധ പൗലോസ് തലയറുക്കപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു. AD 72 തോമാസ് ശ്ലീഹ, നമ്മുടെ പിതാവായ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹ നമ്മുടെ ഭാരത മണ്ണിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു. ആദ്യത്തെ ക്രിസ്തീയ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയായിരുന്നു. ഇതാണ് നമ്മുടെ ചരിത്രം. ഇതാണ് നമ്മുടെ ഉത്ഭവം. ഇതാണ് നമ്മുടെ പാത. ഇതാണ് നമ്മുടെ കുരിശിന്റെ പാത. വിയാ സാക്ര, വിശുദ്ധമായ പാത. ഈ പാത പിന്തുടരാൻ നാം തയ്യാറായിരിക്കുന്നു. അതാണ് നിങ്ങളുടെ ഈ എഴുന്നേറ്റ് നിൽക്കല് സൂചിപ്പിച്ചത്. തീർച്ചയായും നാം സമാധാനത്തിൽ വിശ്വസിക്കുന്നു. അക്രമത്തിനല്ല ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഉണർന്നെണീക്കാനാണ്, ഉയർത്തെഴുന്നേൽപ്പിനാണ്. സമവായത്തിൽ കത്തിച്ചാമ്പലായി പോയ ആ ചാരത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പ് പുനർനിർമ്മാണമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പുനർനിർമ്മാണം. അതിനാൽ നമുക്ക് ആവശ്യം മുദ്രാവാക്യങ്ങളല്ല, യഥാർത്ഥ ജീവിത പദ്ധതിയാണ്. അതിജീവനത്തിലുള്ള കലയാണ്. വിശ്വാസം സംരക്ഷിക്കാനുള്ള അതിജീവന കല. വെറുപ്പല്ല, വൈരാഗ്യമല്ല നമ്മെ നയിക്കുന്നത്. സ്നേഹമാണ്, കരുതലാണ്, വിശ്വാസമാണ്, പ്രത്യാശയാണ്. പ്രസംഗങ്ങളല്ല നമുക്ക് വേണ്ടത്, പ്രവർത്തിക്കാനുള്ള മനസ്സാണ്. നിർമ്മാണമാണ് സമാധാനത്തിന് ഏറ്റവും ഉദാത്ത രൂപം. സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്നാണല്ലോ ഈശോ തമ്പുരാൻ നമ്മോട് അരുളി ചെയ്തത്. നമ്മുടേത് സ്വയാധികാര സഭയായാൽ പോരാ. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടേത് സ്വയാധികാര സഭ ആയാൽ പോരാ. സുറിയാനി സഭയാകണം.
സൂയിയൂരിസ് ആയാൽ പോരാ, കൽദായ സുറിയാനി സ്വത്വബോധമുണ്ടാകണം. അത് മെത്രാപോലിത്തമാരിലും മെത്രാന്മാരിലും വൈദികരിലും നമ്മിലും ഉണ്ടാകണം. സ്വന്തം സ്വത്വത്തിൽ നാം അഭിമാനിക്കണം. വിജയം നമ്മുടേതാണ്, നമ്മളെ ജയിക്കൂ. എന്നാൽ വിജയം ഒരു കേവല സിദ്ധാന്തമല്ല, വെറും ഒരു വാചകമടിയല്ല. കേവലം സിദ്ധാന്തമോ വാചകമടിയോ അല്ലാത്ത പ്രസ്ഥാനമാണ് നമുക്ക് വേണ്ടത്. അത് യഥാർത്ഥവും ദൃശ്യവും കാണാൻ പറ്റുന്നത്, അളക്കാൻ കഴിയുന്നതുമാകണം. തീർച്ചയായും അത് സങ്കീർണമാണ്, അതിബൃഹത്താണ്, അതിമഹത്താണ്. അതേസമയം കൃത്യസമയത്ത് നടക്കേണ്ടതുമാണ്. പതിറ്റാണ്ടുകൾ കടന്നു പോകട്ടെ എന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. അതാപത്താണ്, അത് അനുവദിച്ചുകൂടാ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുനർനിർമ്മാണം നടക്കണം. താൽക്കാലികമായ വിജയമല്ല, താൽക്കാലികമായ ഏകീകരണ കുർബാനയല്ല, ശാശ്വതമായ പുനർനിർമ്മാണം. അതായത് നമ്മുടെ സുറിയാനി സ്വത്വത്തിന്റെ വീണ്ടെടുപ്പ്. വിശദമായ ആസൂത്രണം, കൂലങ്കഷമായ സഭാത്മക എഞ്ചിനീയറിംഗ്, പ്രായോഗികമായ റോഡ് മാപ്പ്, ഇവയാണ് നമുക്ക് വേണ്ടത്. ദൈവജനത്തിന് സഭയുടെ ആത്മീയ വിഭവങ്ങൾ ലഭിക്കണം. നാളെ മുതലല്ല, ഇന്ന് മുതൽ. ദൈവജനത്തിന് സഭയുടെ ആത്മീയ വിഭവങ്ങൾ ഇന്ന് മുതൽ ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അൽമായ പങ്കാളിത്തം ഭൗതിക ഭരണത്തിന് വേണ്ടിയാണെങ്കിൽ അത് സത്യസഭയുടെ നേരായ രീതിയല്ല. അതിൽ ചതിയുണ്ട്, വഞ്ചനയുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, അൽമായ പങ്കാളിത്തം ഭൗതിക ഭരണത്തിന് വേണ്ടിയാണെങ്കിൽ അത് സത്യസഭയുടെ നേരായ രീതിയല്ല, അത് ചതിയാണ്. മറിച്ച് ആത്മീയ വിഭവങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഭൗതിക കാര്യങ്ങളിലെ അൽമായ പങ്കാളിത്തമെങ്കിൽ അത് നല്ലത്. ഞാൻ ആവർത്തിക്കുന്നു, ആത്മീയ വിഭവങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഭൗതിക കാര്യങ്ങളിലെ അൽമായ പങ്കാളിത്തമെങ്കിൽ അത് ഗംഭീരം. അങ്ങനെയാണ് സ്ലീഹന്മാർ ചെയ്തത്. ഞങ്ങള് വചനപ്രഘോഷണവും കൂദാശകളും മാറ്റിവെച്ച് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഡീക്കന്മാരെ നിയമിക്കുക. ആ ഡീക്കന്മാരും ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവരായി. അതാണ് സഭാ ചരിത്രം. അതായത് ഭൗതികതയും ആത്മീയതയും തമ്മിൽ ഒരു വല്ലാത്ത ബന്ധമുണ്ട്. ആത്മീയത കൈമാറാൻ വേണ്ടിയാണ് ഭൗതികമായ സംവിധാനങ്ങൾ. ഭൗതികമായ സംവിധാനം പങ്കാളിത്തം വേണം, ആത്മീയ കാര്യങ്ങളിൽ പങ്കാളിത്തം ഇല്ല. അങ്ങനെ വന്നാൽ സഭ വെറുമൊരു സംഘടനയായിട്ട് അധപതിക്കും, വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ അധപതിക്കും. സഭ അതല്ല. സഭ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധ റൂഹയാണ്. സഭ എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ്. സഭയുടെ ഈ ശരീരത്തിന് ഒരു ആത്മാവുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ഈ ഒരു ചിന്തയില്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കാനേ പാടില്ല. ഈ കാഴ്ചപ്പാടില്ലെങ്കിൽ അത് ഉണ്ടാക്കണം. മിശിഹായുടെ വചനത്താലും കൂദാശകളാലും നിലപാടിനാലും നമ്മുടെ സിദ്ധാന്തങ്ങളെ ശുദ്ധീകരിക്കണം, എന്നും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. മാനേജ്മെന്റ് ഘടന എങ്ങനെയായിരിക്കണം അത് നാം ചിന്തിക്കേണ്ടതുണ്ട്. പുനർനിർമ്മാണം ജനങ്ങൾക്കായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, ദൈവജനത്തിന് വേണ്ടിയായിരിക്കണം, ദൈവജനത്തിന്റെ പങ്കാളിത്തം അതിനു വേണ്ടിയായിരിക്കണം. ചുരുക്കത്തിൽ പരിവർത്തനം, കാര്യക്ഷമത, നിശ്ചയദാർഢ്യം, ദീർഘവീക്ഷണം, അത് തന്നെ അന്തസ്സോടെ, സമുദായ ബോധത്തോടെ, വീറോടെ, നെഞ്ചുറപ്പോടെ. തീർന്നില്ല. സ്ഥിരത, സമാധാനം, രക്ഷ, വിശുദ്ധി, ഇവയെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. അതായിരിക്കണം നമ്മുടെ പ്രസ്ഥാനം, അതായിരിക്കണം നമ്മുടെ മൂവ്മെന്റ്. വൺ ചർച്ച്, വൺ കുർബാന മൂവ്മെന്റ്. ഇവിടെ മെത്രാന്മാർ ആരെങ്കിലും ഉണ്ടോ? മെത്രാന്മാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കൂ പ്ലീസ്. ഇല്ല. അതിനാൽ അവരെക്കുറിച്ച് ചർച്ച ഇവിടെ വേണ്ട. അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മെത്രാന്മാർ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു ചർച്ച ഇനി ഇവിടെ വേണ്ട. വിമത വൈദികർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വിമത വൈദികരെ
ഉണ്ടോ? ഇല്ല. അപ്പൊ അവരെ കുറിച്ചും ചർച്ച വേണ്ട. അവരെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ലേ? അറിയാം. ആ ചർച്ചകൾ വേണ്ട. ആത്മായ മുന്നേറ്റക്കാരെ കുറിച്ചും ചർച്ചകൾ വേണ്ട. പിന്നെ നാം എന്ത് ചെയ്യണം? ഇവിടെ കൂടിയിരിക്കുന്ന നാം എന്ത് ചെയ്യണം? അത് മാത്രമായിരിക്കണം ചർച്ച. എങ്ങനെ ചെയ്യണം? അത് മാത്രമായിരിക്കണം ചർച്ച. എപ്പോൾ ചെയ്യണം? അത് മാത്രമായിരിക്കണം ചർച്ച. ഞാൻ ആവർത്തിക്കുക, ഇവിടെ കൂടിയിരിക്കുന്ന എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണം, അത് മാത്രമായിരിക്കട്ടെ ചർച്ച. അതിന്റെ കൂട്ടത്തിൽ നമ്മെ ആരാധനക്രമത്തിന് വഴിയിൽ നയിക്കാൻ ഒരു ആത്മീയ നേതൃത്വം വേണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആത്മീയ നേതൃത്വവും ആത്മീയതയും ഭൗതികതയും ചേർന്ന് പോകേണ്ടതുണ്ട്. അതിനാൽ നമുക്ക് ആത്മീയ നേതാക്കന്മാരായ വൈദികർ വേണം. കുറച്ച് വൈദികർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആത്മീയ പാഠങ്ങൾ നൽകാൻ ആ വൈദികരുടെ സേവനം നമുക്ക് വേണം. ആ വൈദികര് നമ്മുടെ കൂടെ വേണം. അതിനാൽ ഞാൻ നിർദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്, പ്രായോഗികമായ 2 നിർദ്ദേശങ്ങൾ. ഒന്ന്, നമുക്ക് ഫുൾ ടൈമേഴ്സ് വേണം, കേഡർമാര്. 2, പാർട്ട് ടൈമേഴ്സ് വേണം, പാർട്ട് ടൈം കേഡർമാര്. ഈ ഫുൾ ടൈമേഴ്സും പാർട്ട് ടൈമേഴ്സും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രൊഫഷണൽ സ്റ്റാഫായി രൂപാന്തരപ്പെടുത്തണം. അതൊരു പ്രക്രിയയാണ്. അവർക്ക് കൃത്യമായ പരിശീലനം ഉണ്ടാകും. അതിൽ കായിക പരിശീലനമുണ്ട്, സഭാത്മക പരിശീലനമുണ്ട്, ലിറ്റർജിക്കൽ പരിശീലനമുണ്ട്. കൂടാതെ കൃത്യമായ പെരുമാറ്റച്ചട്ടവും അച്ചടക്ക രീതികളും ഉണ്ടായിരിക്കും. ആദ്യത്തെ പരിശീലന കാലയളവ് പൂർത്തിയായാൽ അവരെ സംഘടിപ്പിക്കാനും മേൽനോട്ടം വഹിക്കാനും പഠിപ്പിക്കാനും പ്രബോധനം നൽകാനും നിയമിക്കുകയും ചെയ്യും. മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിക്കുന്നതാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നമുക്ക് ഫുൾ ടൈമേഴ്സ് വേണം. ആരെങ്കിലും ഇപ്പോൾ തയ്യാറുണ്ടോ എന്ന് ഒന്ന് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഒരു പരിശോധന നടത്തുകയാണ്. ഫുൾ ടൈമേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. 3 തരത്തിലുള്ള ഫുൾ ടൈമേഴ്സ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. 1, സ്വന്തമായി ജീവിക്കാൻ വകയുണ്ട്. ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. സ്വന്തമായി ജീവിക്കാൻ വകയുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അവർ ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് വരിക. പ്ലീസ്, അവർ ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് വരിക. അവരുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും ഇടവകയും ബന്ധപ്പെട്ടവർ എഴുതിയെടുക്കുക. ജീവിക്കാൻ വകയുണ്ട്, ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എന്ന് ആർക്കെങ്കിലും ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ അവർ എഴുന്നേറ്റ് നിന്ന് ഈ സ്റ്റേജിന്റെ അവിടേക്ക് വരിക. അവരുടെ പേരും ഡീറ്റെയിൽസും എഴുതിയെടുക്കുക. രണ്ടാമത്, മാസം തോറും ചെറിയൊരു വരുമാനം സഭ നൽകുകയാണെങ്കിൽ ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ തയ്യാറുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക, സ്റ്റേജിന്റെ അടുത്തേക്ക് വരിക. അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇടവകയും ഒക്കെ എഴുതിയെടുക്കുക. ബന്ധപ്പെട്ടവർ അതിന് നേതൃത്വം കൊടുക്കുക. മാസം തോറും ചെറിയൊരു വരുമാനം സഭ നൽകുകയാണെങ്കിൽ ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അതേക്കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ നൽകി കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ അവർ എഴുന്നേറ്റ് വരിക. 3, അത്യാവശ്യം ജീവിക്കാനുള്ള പണം സഭ നൽകുകയാണെങ്കിൽ ഫുൾ ടൈമറായി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. അവർ സ്റ്റേജിന് മുമ്പിലേക്ക് വരിക. അവരുടെ അഡ്രസ്സും പേരും ഒക്കെ എഴുതിയെടുക്കുക. ബന്ധപ്പെട്ടവർ നേതൃത്വം കൊടുക്കുക. ജീവിക്കാനുള്ള പണം, ആർഭാടമായി ജീവിക്കാനുള്ള, ചെറിയ തോതിൽ ജീവിക്കാനുള്ള പണം സഭ നൽകുകയാണെങ്കിൽ, പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ, ഫുൾ ടൈമറായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കുക. അവരുടെ പേരുകൾ എഴുതിയെടുക്കുക. ഒരു പക്ഷേ പലർക്കും ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയില്ല. ആലോചിക്കണം, വീട്ടുകാരുമായി ചർച്ച ചെയ്യണം, സമയമെടുത്ത് ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. എന്നിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികൾ അറിയിക്കുക, എന്നെയും അറിയിക്കുക. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമതൊരു നിർദ്ദേശം, പാർട്ട് ടൈം കേഡർമാർ. ഇപ്പൊ നമുക്ക് അങ്ങനെയുണ്ട്. ഈ 1 ചർച്ച് 1 കുർബാന മൂവ്മെന്റ് ഏതാണ്ട് അതുപോലെയാണ്.
അതിന് 14 അംഗ ഭാരവാഹികളുമുണ്ട്. അത് കൂടാതെ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഈ ഫൈൻ ആർട്സ് ഹാളിൽ കൂടിയിരിക്കുന്നവരിൽ നിന്ന് ഓരോ ഫൊറോനയ്ക്കും 5 വീതം പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. 5 വീതം പ്രതിനിധികൾ ഓരോ ഫൊറോനയ്ക്കും. അത് റേഷ്യോ 3+2. 3 സ്ത്രീകളെങ്കിൽ 2 പുരുഷന്മാര്, 3 പുരുഷന്മാരെങ്കിൽ 2 സ്ത്രീകൾ. ആ റേഷ്യോയിൽ തിരഞ്ഞെടുക്കണം. 16 ഫൊറോനയ്ക്ക് ഇൻറ്റു 5, അപ്പം 80 പേര്. 80. അതിന് കൂട്ടത്തിൽ ഈ 14 അംഗ ഭാരവാഹികൾ, അപ്പോൾ മൊത്തം 94. പിന്നെ നമുക്ക് അച്ഛന്മാര്, അപ്പോൾ ഏകദേശം 100-നടുത്ത്. ഇത് എൻ്റെ ഈ പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ വന്ന് കൂടിയിരിക്കുന്നവരിൽ നിന്ന് ഓരോ ഫൊറോനയ്ക്കും 5 വീതം പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. ഏതെങ്കിലും ഫൊറോന ഇവിടെ പ്രതിനിധാനം ചെയ്യപ്പെട്ടില്ലെങ്കിൽ അവരുടെ സ്ഥാനം ഒഴിച്ചിടുക, അവരിൽ നിന്ന് പിന്നീട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഈ 94 പേര്, 80 പേര് ഫൊറോന, ഓരോ ഫൊറോനയ്ക്ക് വേണ്ട ഭാരവാഹികൾ. അതുകൂടാതെ ഈ 14 പേര്, അങ്ങനെ 94 പേര് വൈദികര്. ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഉന്നതമായ നേതൃത്വത്തെ തെരഞ്ഞെടുക്കട്ടെ. ഇതുവരെ നേതാക്കന്മാര് തങ്ങളുടെ അണികളെ തെരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നേതാക്കന്മാര് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അണികളെ ചേർക്കുക. അത് ഇന്ന് മാറുകയാണ്. ഇപ്പോൾ അണികള് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം നിലവിൽ വരികയാണ്. ഇതുകൊണ്ടാണ് പുതിയ ഭാവം, പുതിയ രൂപം നമുക്കുണ്ടാകും. ഇന്ന് ഇതിഹാസം രചിക്കുന്ന ദിവസമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അണികള് നേതാക്കന്മാരെ, തങ്ങളെ നയിക്കാനുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്ന സംവിധാനം നിലവിൽ വരികയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഈ പ്രഭാഷണം കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഭാരവാഹികൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഓരോ ഫൊറോനിലും 5 പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും അവരുടെ പേരും ഫോൺ നമ്പർ ഇടവകയൊക്കെ എഴുതിയിരിക്കുന്നു പറഞ്ഞല്ലോ. അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ അതും എഴുതിയെടുക്കണം. പാർട്ടി ഉണ്ടെന്നല്ല, പാർട്ടികളിൽ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ അവരുടെ പേരും എഴുതിയെടുക്കണം. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരും ഫുൾ ടൈമേഴ്സും തോമാസ് ലീഹായുടെ മുൻപിൽ, അതായത് മാർത്തോമാ സ്ലീഹായുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞയുടെ രക്തചുരുക്കം ഞാൻ പറയാം. പ്രാണൻ കൊടുത്തും സീറോ മലബാർ സഭയുടെ സ്വത്വം സൂക്ഷിക്കും. പ്രാണൻ കൊടുത്തും ഒരു കാരണവശാലും സഭയെ ഒറ്റിക്കൊടുക്കുകയില്ല. ഇതായിരിക്കണം രക്തചുരുക്കം. അത് നിങ്ങൾ തന്നെ തയ്യാറാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനത്തിനും സത്യാഗ്രഹത്തിനും ഫലമുണ്ടാകണം. ഒരു കോളിലും ഒരു കൊടുങ്കാറ്റിലും നമ്മൾ കുലുങ്ങില്ല. ഏകീകൃത കുർബാനയിലേക്കുള്ള പ്രയാണം നാം അവസാനിപ്പിക്കുകയില്ല. അത് നേടിയെടുക്കുന്നത് വരെ പൊരുതും. നേടിയെടുത്തു കഴിഞ്ഞ് ഈ സുറിയാനി സ്വത്വം പുനഃസ്ഥാപിക്കുന്നത് വരെ നമ്മൾ പൊരുതും. എന്റെ കാര്യം പറഞ്ഞാൽ, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടച്ചതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. കത്തോലിക്ക സഭയിലെ 2ാമത്തെ വലിയ സഭയാണ് സീറോ മലബാർ സഭ. ആ കൽദായ സുറിയാനി സഭയുടെ തലപ്പത്തുള്ളവര് എന്നെ പേടിക്കുന്നെങ്കിൽ, സഭയുടെ കത്തോലിക്ക സഭയിലെ 2ാമത്തെ വലിയ സഭ, അതിന് തലപ്പത്തുള്ളവർ എന്നെ പേടിക്കുന്നെങ്കിൽ അതിനർത്ഥം ഞാനും നിങ്ങളും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ്, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ്, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ്. അവർ അസത്യത്തിനും അനീതിക്കും വേണ്ടി നിൽക്കുന്നുവെന്നും അതാണ് അവരുടെ പേടി. ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നാനാവശത്തു നിന്നും എനിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ഈ പേടിയാണ്. അവരുടെ ഈ പേടിയാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ 1ാമത്തെ വിജയം. ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അവർ നാനാവശത്തും ഉപരോധം ഏർപ്പെടുത്തിയെങ്കിൽ അവർ എന്നെ പേടിക്കുന്നുവെന്നാണ്. ആ പേടിയാണ് ഈ സമ്മേളനം വിജയിച്ചിരിക്കുന്നതിന്റെ 1ാമത്തെ തെളിവ്. അവർ എന്നെ മാറ്റി നിർത്തിയത് കൊണ്ട് നമ്മുടെ വീര്യമോ ചോരുകയില്ല. ചോരാൻ അനുവദിക്കരുത്. പോരാട്ടം തുടരണം. ആരും തോറ്റ് പിന്മാറരുത്.
ശരിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ, സത്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ, സഭയ്ക്ക് വേണ്ടിയുള്ള ഈ പടപ്പുറപ്പാടിൽ, സുറിയാനി സഭയ്ക്ക് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഏക സത്യദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒത്തിരി 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 നന്ദി. എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ.